കുറച്ച് ദിവസമായിട്ട് പാവയ്ക്ക ഉണക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അതെടുത്തൊന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ച് ഒന്ന് വെയിൽ കൊള്ളിക്കാനൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇനി അച്ചാറിടണം. നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. എന്തെങ്കിലും വെള്ളത്തിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ ഒത്തിരി കട്ടിയായിട്ട് വറുക്കണ്ട, ജസ്റ്റ് ഒരു ചൂട് കയറ്റിയെടുത്താൽ മതി. ഒരുപാട് വറുത്ത് കഴിഞ്ഞാൽ ഇത് ഇത്തിരി കല്ല് പോലെ ഇരിക്കും. നമ്മളിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ ഒത്തിരി ദിവസം ഇരിക്കത്തുമില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് അച്ചാറിടാം. ഇനി അതല്ല കുറച്ച് ദിവസത്തേക്ക് മതി അച്ചാറെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് ഇട്ട് വയ്ക്കാം. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് ഉലുവ ഇട്ടിട്ട് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇനി വറുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ വെളുത്തുള്ളി ഇടുന്നുണ്ട്, ഇഞ്ചി ഇടുന്നുണ്ട്. ഈയിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ഒന്നിച്ച് മൂപ്പിക്കുമ്പോൾ അതിന് ഗുണം നഷ്ടപ്പെടുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഇപ്പോൾ അവർ വേർപെടുത്തിയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഈയിടെ ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കടുക് ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ അടിപൊളിയാകട്ടെ. എത്ര നാൾ വേണേലും ഇരുന്നോളും. നമ്മൾ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ മേളിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.